ഹലോ ഗായ്സ്, ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. ഇത് രാവിലെ വെളുപ്പിനെ 5:30 ആയിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതുണ്ടോ ഗായ്സ്, ഞങ്ങൾ അർത്തുങ്ക പള്ളിയിൽ പോവുകയാണ് ഗായ്സ്. വലിയൊരു ട്രാവൽ ചെയ്യാൻ പോവാണ് ഗായ്സ്. ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ് ഗായ്സ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് ഇതേ ഫസ്റ്റ് അവിടുന്ന് വന്നത് ഈ വണ്ടിക്കാണ്. പിന്നെ ഞാൻ എന്താ ഇരിക്കുകയാണ് ഗായ്സ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും അടുത്ത വണ്ടി എടുത്ത് രണ്ടാമത്തെ വണ്ടിയായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു ഗൈസ്, നല്ല തണുപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഈ അമ്പലം നിങ്ങൾക്ക് മനസ്സിലായോ? വൈക്കത്തഷ്ടമി നടക്കുന്ന വൈക്കത്തമ്പലമാണ് ഗൈസ്. ഇത് 4 നടകളുണ്ടെന്നാണ് എൻ്റെ അമ്മ പറയണത്. വടക്കേ നട, തെക്കേ നട അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ അത് ഞങ്ങൾ 4 സൈഡുണ്ടല്ലോ, അപ്പോൾ വലിയ മതിലൊക്കെ ആയിട്ടായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് നല്ല തണുപ്പായിരുന്നു ഗൈസ്. മേല് മൊത്തം തണുപ്പായിരുന്നു, നല്ല രസമായിരുന്നു. അത് KSRTC വൈബില്. ആഹാ ഗൈസ്, തണ്ണീർമുക്കം ബൺ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തു കൂടെയാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഗൈസ് രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന കായലാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ഇപ്പോഴും ബസ്സിനാട്ടോ ഗൈസ് 3-4-5 ബസ്സിന് കയറി ഗൈസ്. ഇവിടെ മൊത്തം പായലും ഉണ്ട് ഗൈസ്. ആ പച്ച കളറിലേക്ക് ബ്ലൂ കളറിലേക്ക് കിടക്കണുണ്ട. പിന്നെ അവിടെ പാലം നല്ലോണം നീണ്ടു നിവർന്നങ്ങ് കിടക്കുക ഗൈസ്. ഫുൾ പച്ച കളറിലായിരുന്നു ഗൈസ്. പച്ചയെന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ കൂടി പറ്റൂല. പിന്നെ അതേ ഗൈസ് ഞങ്ങൾ അവിടുന്ന് പാലും ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിന് കയറി. ആ ഡ്രൈവറാണെങ്കിൽ അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ ഡ്രൈവറിൻ്റെ ഇപ്പുറ സൈഡിൽ തന്നെ ഞങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഈ അടിയിരിക്കുന്ന സ്റ്റിയറിംഗ് കണ്ട. ഞാനും ഡ്രൈവറിനെ പോലെ ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ അനിയത്തിയും ഓടിച്ചോണ്ടിരുന്ന്. ഞങ്ങൾ രണ്ടുപേരും ആ ഡ്രൈവർ പോകുന്നതനുസരിച്ച് എന്ന് വെച്ചാൽ വണ്ടി പോകുന്നതനുസരിച്ച് ഞങ്ങളും വളച്ചും തിരിച്ചൊക്കെ കളിക്കണമായിരുന്നു ഗൈസ്. പിന്നതേ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. പുണ്യാളൻ്റെ അടുത്ത് ഞങ്ങൾ എത്തി. അപ്പോൾ ഗൈസ്, ഈ പുണ്യാളൻ്റെ അടുത്തേ ശബരിമലേൻ്റെ മാലകൾ കിടക്കണണ്ട. നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം അറിയണമെങ്കിലേ കമൻറ്റ് ബോക്സിൽ ഇട്ടേരേ. ഇത് കണ്ട ഗൈസ്, ഞാൻ പുണ്യാളൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത്രയും വലിയ സ്ഥലമായിരുന്നു ഗൈസ്. ആ താഴ്ത്തു കിടക്കണം നടക്കാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. ഞങ്ങൾ തുഴഞ്ഞുടഞ്ഞടങ്ങാം. പിന്നെ ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഒട്ടും നടക്കാൻ പറ്റണം, ഭയങ്കര വലിയ മണ്ണ്. ഞങ്ങൾ അമ്പെടുക്കാൻ പോവാണ് ഗൈസ്. ഇതേ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അമ്പ് നേർന്ന് ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ അമ്പ് വാങ്ങുവാണ്. ഇതേ എൻ്റെ അനിയത്തി ടിക്കറ്റ് കൊണ്ടൊക്കെ കൊടുക്കണുണ്ട് ഗൈസ്. ദൈവം വാങ്ങുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പള്ളീൻ്റെ അകത്ത് കയറുന്നു. ഇതാണ് ഗൈസ് അമ്പ്. എന്താ ഗൈസ്, പുണ്യാളൻ്റെ ഫോട്ടോയും വെച്ച് അമ്പ് തന്നിരിക്കുകയാണ്. ഇതാണ് ഗൈസ് പുണ്യാളൻ്റെ ആ ഒരു ഇത് കണ്ട ഗൈസ്, തിളങ്ങി നിൽക്കുന്ന ആ പുണ്യാളനെ. പിന്നെ ഇത് ഗൈസ് ഞാൻ നോക്കിയപ്പോഴേ നല്ല കിടിലൻ മഹേന്ദ്രേൻ്റെ വണ്ടി, താറ്, പഴയ മോഡലാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഷോപ്പിൽ കയറി ഗൈസ്. അവിടെ ആണെങ്കിൽ അവിടുത്തെ ചേട്ടന്മാർ ഭയങ്കര വിലയാണ് ഗൈസ് പറയണത്. ഒരു ചെറിയൊരു സാധനത്തിന് പോലും 30 രൂപ പറയണത്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു കുഞ്ഞ് പടക്കം വാങ്ങി ഗൈസ്. പിന്നെ എൻ്റെ അനിയത്തി ജിറാഫിനെയും മറ്റേ ക്യാമറയൊക്കെ വാങ്ങി ഗൈസ്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറി. പള്ളിയിൽ കുർബാന കാണാണ്. ഇത് കണ്ട ഗൈസ്, വലിയ പള്ളിയാണ്. പുറത്തുനിന്ന് കാണുന്ന ഫോട്ടൊന്നും അല്ല, അകത്ത് വലിയ ഇതാണ് ഗൈസ്. വലിയ അൾത്താരയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഗൈസ് അവിടുത്തെ അൾത്താരൻ്റെ ഫ്രണ്ട് വ്യൂ. പിന്നെ ഇത് അവിടെ ഒരു കപ്പലുണ്ടായിരുന്നു ഗൈസ്. അവിടെ പുണ്യാളനെ കിടത്തേക്കണ പോലത്തെ. ഇവിടെ താമരയുണ്ട്, അവിടെ അറ്റത്ത് താമര വിരിഞ്ഞിപ്പുണ്ട് ഗൈസ്. ഞങ്ങളിത് ഇവിടെ നിന്നാണ് കയറുന്നത്. അതിൻ്റെ പുണ്യാളൻ്റെ അടിയിൽ കൂടി തന്നെ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. പുണ്യാളം കിടക്കണ കാണുമ്പോൾ ശരിക്കും കിടക്കണ പോലെ ഉണ്ട് ഗൈസ്. ഉണ്ട്, ഇത് കപ്പലിലാണ് ഞങ്ങൾ കയറിയത്. പുണ്യാളൻ അവിടെയാണ് കിടക്കണത്. ഉണ്ട് ഗൈസ്, ശരിക്കും അമ്പേറ്റ് കിടക്കണ പോലെയാണ് ഗൈസ് അവിടെ ഇതാക്കി വെച്ചേക്കണത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ് ഇവിടെ നിറച്ചും കട, എൻ്റെ പൊന്നോ, ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെയും കട ഉണ്ടായിരുന്നു. പിന്നെ കടപ്പുറത്തേക്കുള്ള വഴിയാണ് ഗൈസ്. എൻ്റെ ചാച്ചനും അനിയത്തിയും കൂടി പോകണുണ്ട് സൈഡിൽ കൂടി. ഇവിടുന്ന് നേരെ ചെല്ലുമ്പോഴും അവിടെ അറ്റം വരെയും കടയായിരുന്നു. നേരെ ചെല്ലുമ്പോഴത്തേക്കും 50 രൂപക്ക് 100 രൂപക്കൊക്കെ ആയിരുന്നു സാധനങ്ങൾ. ഭയങ്കര ഓഫർ വില എന്ന് പറയുന്നു ഗൈസ്. അത്രയും കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത് സാധനങ്ങളൊക്കെ. പിന്നെ മലബാർ ഹൽവയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു.
ഇത് നടന്ന് മതിയായി. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ നടന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് പിന്നെ അത് ഇവിടെ എന്തോ ഒരു വലിയ സാധനം ഉണ്ടായിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ജൈൻറ്റ് വീലൊക്കെ വെച്ച് വെൽക്കോന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉണ്ട് ഗൈസ്. ഞങ്ങൾ പിന്നെ ബീച്ച് ലക്ഷ്യമൊക്കെയാണ് ഗൈസ് പോയത്. ഞങ്ങളിവിടെ കയറിയില്ല. ഞങ്ങൾ എൻ്റെ അനിയത്തിയും ചാച്ചനും കൂടി പോകുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ പോണാണ് എൻ്റെ അമ്മയും. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ പോലെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്, ഒരു വീടിൻ്റെ അവിടെ തന്നെ ഗൈസ്. നടന്നിട്ട് തീരല്ല. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നത് എത്തിയിരിക്കുകയാണ്. ഈ താഴത്ത് കാണുന്ന മണ്ണില്ലേ, നിസ്സാരക്കാരനല്ല ഗൈസ്. ഇവിടെ നിന്ന് നടന്നു പോവുകയാണെങ്കിൽ ഇല്ലേ നമ്മുടെ കാല് താഴത്തോട്ട് വലിക്കണ പോലെ ഉണ്ടാവും. ഞാനെന്ത് ചെയ്തെന്നറിയോ, ബാക്കോട്ട് നടന്ന്. അപ്പോൾ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തി ഗൈസ്, എൻ്റെ അനിയത്തി. പിന്നെ അത് അവിടെ നിന്ന് ഒരു ചേട്ടൻ ലൈവായിട്ട് അങ്ങ് കയറ്റി കൊണ്ടുവന്നു. എന്ത് സാധന, കടലിൽ നിന്ന് പിടിച്ച് നല്ല പെട്ടക്കണ മീന്. എന്നിട്ട് കയറ്റി കൊണ്ടുവന്നതേ വള്ളിയൊക്കെ കഴിക്കുകയാണ് ഗൈസ് ആ ചേട്ടൻ. കുറച്ച് മീനുകൾ ഗൈസ് ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന അയിലയാണ്. അയിലൊക്കെ 700 രൂപയായിരുന്നു ഗൈസ് ആ ചേട്ടൻ പറഞ്ഞത്. കാരണം അവിടുന്ന് കയറ്റിക്കൊണ്ടുവന്നത് നല്ല പിടിച്ചെടുത്ത അടിപൊളി മീനായിരുന്നു. അതുകൊണ്ടാണ് 700 രൂപ. അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ജ്യൂസും കുടിച്ച് പിന്നെ കോളിഫ്ലവറും കഴിച്ച് പിന്നെ ബോട്ടിൽ കയറി ഞങ്ങൾ അവിടുന്ന് പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ വീഡിയോ കാണുന്ന കുറേ പേരൊന്നും ലൈക്ക് ചെയ്യണില്ല, ഷെയർ ചെയ്യണില്ല, സബ്സ്ക്രൈബ് പോലും ചെയ്യാറില്ല. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ശബരിമലയിലെ മാല എന്തുകൊണ്ടാണ് അവിടെ ഇടുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി വരുന്നതാണ് ഗൈസ്.